ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ജനുവരി മാസത്തിലെ ഫലമാണ്. അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നത്. മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു മാസമാണ്. അതായത് വ്യാഴം 12 ആണ് സ്ഥിതി ചെയ്യുന്നത്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടെങ്കിൽ നയവും പ്രയോഗിച്ചാൽ ഒരു പരിധി വരെയൊക്കെ വിജയിക്കുവാനായിട്ട് സാധിക്കും. അതായത് രാശ്യാധിപൻ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ആഗ്നേയഗ്രഹമായ ആദിത്യൻ, ദുർബുദ്ധി സ്ഥാനാധിപത്യം ഉള്ള ആ ആദിത്യൻ അവിടെ സപ്തമഭാവത്തിൽ നിൽക്കുമ്പോൾ നേർദൃഷ്ടി രാശിയിലേക്ക് വരുന്നതിനാൽ ഈ രാശിക്കാർക്ക്, ഈ നക്ഷത്രക്കാർക്ക് പല വിധത്തിലും ദേഷ്യങ്ങൾ ഉണ്ടാകുന്നതിനും സുഹൃത്തുക്കളുമായിട്ടും കുടുംബത്തും പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പറയുമ്പോഴും കുടുംബത്തായാലും മറ്റ് ഏർപ്പെടുന്ന രംഗം ഏതായാലും അവിടെ വളരെ ശ്രദ്ധ, ക്ഷമ, വിട്ടുവീഴ്ച ഒക്കെ ആവശ്യം. കുടുംബം 4-ാം ഭാവം, അത് സുഖസ്ഥാനവും കൂടിയാണ്, മാതാവിനെ സൂചിപ്പിക്കുന്ന ഭാവവും കൂടിയാണ്. കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നതിനാൽ അത് പല വിധത്തിലും മാതാവിനോ അതുപോലെ തന്നെ പലവിധ സുഖഭോഗ വസ്തുക്കൾക്കും ഒക്കെ നഷ്ടങ്ങളും കഷ്ടതകളും സൂചകമാണ്. ശത്രുക്കളുടെ ചില പ്രവർത്തനങ്ങൾ കൂടുതൽ ശോഭിക്കുന്ന ഒരു സമയമാണ്. ശത്രുക്കൾക്ക് ഈ നക്ഷത്രക്കാരെ പരാജയപ്പെടുത്തുവാൻ പെട്ടെന്ന് സാധിക്കുന്ന സമയമായതിനാൽ അതീവ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നിയമം കൊണ്ടൊക്കെയാണല്ലോ ഇപ്പം കളികൾ കൂടുതൽ നടക്കുന്നത്. ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ഉടമ്പടികളിലും കരാറുകളിലുമൊക്കെ ഒപ്പുവയ്ക്കാവൂ. കൂടാതെ പണം കൊടുക്കുന്ന അല്ലെങ്കിൽ വാങ്ങുന്ന ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട തലപ്പത്തിരിക്കുന്നവരായാലും താഴേക്കിടയിലുള്ളവരായാലും രേഖകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓട്ടോറിക്ഷ ഓടിക്കുന്നവരായാലും മറ്റ് ട്രാൻസ്പോർട്ടിംഗ് കമ്പനി നടത്തുന്നവരായാലും മറ്റ് ചെറിയ ചെറിയ വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഒക്കെ ചില ക്ലേശങ്ങൾ സൂചകം. തൊഴിൽ സ്ഥാനത്ത് രാഹു എന്ന് പറയുന്ന ഗ്രഹമാണ് നിൽക്കുന്നത്. പലതരത്തിലും വിഘടനവാദികൾ അവിടെ തലവും. അത് അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ, ശത്രുതാ ദോഷങ്ങളൊക്കെ മാറുവാൻ, കുടുംബത്ത് മറ്റ് പിണക്കങ്ങളും കലഹങ്ങളും ഒഴിവാക്കുവാൻ, അതിനൊക്കെയായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നടകുരുതി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ശത്രുക്കൾ ഇല്ലാതാകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആണ് നയവും കഴിവും ഒരുപോലെ വേണം താൻ. മാതാപിതാക്കൾക്ക് പൊതുവെ നന്നായിരിക്കും. മക്കളോടൊക്കെ ഒത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. കടങ്ങളൊക്കെ വീടുന്നതിനുള്ള സൂചനയാണ്. അപ്രതീക്ഷിതമായി കടം വീടുവാൻ സൂചനയുണ്ട്. അതായത് 6-ാം ഭാവാധിപനായിരിക്കുന്ന ചൊവ്വയുടെ ധനസ്ഥാനത്തെ സ്ഥിതി കൊണ്ട് ധനം വന്നു ചേരുവാനും കടം വീടുവാനും ഒക്കെ യോഗമുണ്ട്. കടം വീടുന്നതിന് ആവശ്യമായ ധനം വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ്.
വിദേശത്തായിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു മാസമാണ്. വിദേശത്തെ സൂചിപ്പിക്കുന്ന സ്ഥാനഭ്രംശസ്ഥാനത്ത് വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് അവിടെ 12ാമിടത്താണല്ലോ നിൽക്കുന്നത്. അത് തൊഴിൽ സ്ഥാനാധിപൻ കൂടിയായതിനാൽ സ്വന്തം നാട് വിട്ട് സാഗരങ്ങൾ കടന്ന് തന്നെ പോകണമെന്നില്ല. സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ആയാലും നാട് വിട്ട് ജോലി ചെയ്താൽ അതിനൊക്കെ അങ്ങനെയുള്ളവർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും പ്രൊമോഷൻ വന്നു ചേരുന്നതിനും ജോലി ഉയർച്ചകൾ വന്നു ചേരുന്നതിനും യോഗമുണ്ട്. പഠിച്ച് ഇറങ്ങുന്ന വിദ്യാർത്ഥികൾ സ്വന്തം നാട് വിട്ട് ജോലിക്കായിട്ട് ശ്രമിച്ചാൽ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് ജോലിക്കായിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡറിന് കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാൻ യോഗമുണ്ട്. ഏറ്റവും കൂടുതൽ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും തുളസിമാല അതുപോലെ തന്നെ നെയ്വിളക്കൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഭാഗ്യാവസ്ഥകൾ വന്നു ചേരും. 9ാം ഭാവാധിപൻ ഈ മിഥുനം രാശിക്കാർക്ക് ശനിയാണല്ലോ. ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്താൽ ദീർഘനാളത്തേക്ക് ഫലം അനുഭവിക്കത്തക്ക രീതിയിൽ ഈ ശനിഗ്രഹം അനുഗ്രഹിക്കുന്ന ഒരു ഉത്തമമായ നല്ല അവസരം കൂടിയാണ് ജനുവരി മാസം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട്